ഗായത്രി, ഞാൻ കൂടെ വരുന്നില്ല. എന്നെ കൂടി കണ്ട ശ്രീകുട്ടൻ്റെ അമ്മയ്ക്ക് കൂടുതൽ വിഷമാവും. അത് കാണാൻ എനിക്കാവില്ല. ഞാൻ വരട്ടെ അമ്മ. ഒരടിയെടുത്ത് വെച്ചേക്കരുത്. ശേഖര, നിന്നോടാ പറഞ്ഞത് ഒരടി മുന്നോട്ടെടുത്ത് വെക്കരുതെന്ന്. കണ്ട തെരുക്കൂത്തുകാർക്ക് അന്തിപ്പായ വിരിക്കാനുള്ള സത്രമല്ല ഈ വാഴും കോവിലിടം. ഇവളെയും കൊണ്ട് ഈ പടിപ്പുരയ്ക്കകത്ത് കിടക്കാൻ നിന്നോട് ആര് പറഞ്ഞടാ നായെ? അച്ഛൻ? ആർക്കച്ഛൻ? ആ പദത്തിന്റെ മഹത്വം അറിയുമോടാ നിനക്ക്? കുണ്ടലിനിയെ തൊട്ടുണർത്തുന്ന 10ാമത്തെ ദ്വാരമായ നാഭിയിൽ മകനെ സംരക്ഷിച്ച് നിത്യമായ പരബ്രഹ്മത്തിൽ ശയനം കൊള്ളുന്നവനാണടാ പിതാവ്. ആ ബ്രഹ്മദേവൻ പോലും സ്വന്തം പിതാവായ അനന്തശായിയെ നമിച്ച് രാവും പകലും ജപം നടത്തുന്നു. ഇതൊക്കെ നിനക്കറിയാമായിരുന്നെങ്കിൽ നീ പേക്കോലവും കെട്ടി എന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു ശേഖര. കടക്കടാ പുറത്ത്. പോകാച്ച, അച്ഛന്റെ ഏതൊരു ആജ്ഞയും അനുസരിക്കാൻ തയ്യാറാണ് ഞാൻ. ഒരിക്കലും വാഴും കോവിലിടത്തിന്റെ പകിട്ടും മേലാപ്പം കണ്ട് ഭ്രമിച്ചവനല്ല ഈ ശേഖരൻ. മറിച്ച് ഈ പടിപ്പുരക്കപ്പുറവും മനുഷ്യ ജീവിതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. ഭദ്ര, ചേട്ടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? അല്ല, ആരൊക്കെയാ ഇത്? വാ മക്കളെ. തമ്പുരാട്ടി അകത്ത് കിടക്ക്. വരൂ.